സഭയുടെ സമ്പൂർണ്ണ സുനഹദോസുകളിൽ നിന്ന് കാണാം. സഭയുടെ സാർവത്രിക സുനഹദോസുകളിൽ ട്രെൻഡ് കൗൺസിലിൽ നിന്ന് ഞാൻ എടുക്കാം. ലിറ്ററേച്ചറുടെ കാര്യം ഒന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ട്രെൻഡ് കൗൺസിലിലെ ട്രെൻഡിന്റെ ഇത് 1500കളിൽ സംഭവിച്ചതാണ്. 16ാം നൂറ്റാണ്ടാണ്. അന്ന് സഭ നടത്തിയ കൗൺസിൽ എന്ന് വായിക്കുകയാണ്. ലാസ്റ്റ് ജഡ്ജ്മെന്റിനെ പറ്റി ആർട്ടിക്കിൾ 7 ഹെഡിങ് ടു ജഡ്ജ് ദ ലിവിങ് ആൻഡ് ദ ഡെഡ്. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ ഓരോ ഭാഗങ്ങൾ എടുത്തെടുത്താണ് പറയുന്നത്. മരിച്ചവരെയും ജീവിക്കുന്നതിനും വിധിക്കാൻ ആൾ വീണ്ടും വരാനിരിക്കുന്നു. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. In proof of judgment, it is enough to adduce the authenticity of the apostle. ഇത് പൗലോസ്ലിഹായെ കോട്ട് ചെയ്തിരിക്കുകയാണ്. We must all appear before the judgment seat of Christ, that everyone may receive the proper things of the body according as he has done, whether it is good or evil. ഓരോരുത്തരും തങ്ങളുടെ ശരീരത്തിൽ ചെയ്തതിന് കർത്താവിന്റെ ന്യായാസനത്തിന് മുന്നിൽ നിൽക്കണം, അത് നല്ലതായാലും മോശമായാലും. എന്നിട്ട് രണ്ടു തരം ജഡ്ജ്മെന്റിനെ പറ്റിയാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. ഒന്ന്, മരിച്ചു കഴിഞ്ഞ് ഉടനെയുള്ള തനത് വിധി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ഉടനെ ദൈവത്തിന്റെ മുന്നിൽ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുന്നു. ദൈവം അയാൾക്ക് ഒന്നെങ്കിൽ നരകം, അല്ലെങ്കിൽ സ്വർഗം, അല്ലെങ്കിൽ ഒരു പ്യൂരിഫിക്കേഷനോടെയാണ് സ്വർഗമെങ്കിൽ ശുദ്ധീകരണ സ്ഥലം. ഇങ്ങനെയാണ് സഭ പഠിപ്പിക്കുന്നത്. അപ്പോ നരകത്തിലേക്ക് പോയ ആൾക്ക് സ്വർഗത്തിലേക്ക് വരാനുള്ള ഓപ്ഷൻ പിന്നീട് ഒരിക്കലും ഉണ്ടാകത്തില്ല. സ്വർഗത്തിലേക്ക് വന്നയാൾ നരകത്തിലേക്ക് പോകത്തില്ല. പ്യൂരിഫിക്കേഷൻ വേണ്ട ആളിന് പ്യൂരിഫൈ ചെയ്ത് ദൈവം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും, ശുദ്ധീകരണ സ്ഥലം എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ. മാരകഭാവത്തിൽ മരിക്കുന്ന ഒരാള് നരകത്തിലായിരിക്കും എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അപ്പോ ഇത് രണ്ടാമത്തെ ജഡ്ജ്മെന്റ്, കർത്താവിന്റെ രണ്ടാം വരവിലുള്ള ജഡ്ജ്മെന്റിനെ പറ്റി പറയുന്ന ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്. The second occurs when on the same day and in the same place all men shall stand together before the tribunal of their judge, that in the presence and hearing of all human beings of all time each may know his final doom and sentence. അപ്പോൾ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ജഡ്ജായ ദൈവത്തിന്റെ ട്രൈബ്യൂണലിന് മുന്നിൽ നിൽക്കും. അവിടെയുള്ള എല്ലാ ഹ്യൂമൻ ബീങ്സും അവിടെ കാണും എന്നാണ് അവിടെ പറയുന്നത്. The announcement of this judgment will constitute no small part of pain and punishment of the wicked, whereas good and just will derive great reward and consolation from the fact that it will then appear that each one was in life. This is called the general judgment. അപ്പോ ഇതില് തിന്മ പ്രവർത്തിച്ച ആൾക്ക് ചെറുതല്ലാത്ത പെയിൻ ആൻഡ് പണിഷ്മെന്റ് ഉണ്ടാകും, നന്മ പ്രവർത്തിച്ച ആൾക്ക് ഗ്രേറ്റ് റിവാർഡും കൺസലേഷനും ഒക്കെ ഉണ്ടാകും എന്ന് പറയുന്നു. ഫൈനൽ ജഡ്ജ്മെന്റിൽ നമ്മൾ നേരത്തെ വായിച്ചു കേട്ട പോലെ യേശു പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് ഉള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് എന്നുള്ളതിനകത്ത് ഒരു ജസ്റ്റിസിന്റെ കാര്യം ഉണ്ട്. അതിന്റെ ഒപ്പം സഭ പറയുന്നത് ഞാൻ വായിക്കാം. അവിടെ പറയുന്നത് നമ്മൾ ശരീരത്തിൽ ചെയ്യുന്ന തിന്മകള്, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന തിന്മകൾക്ക് നമ്മുടെ ആത്മാവ് മാത്രമല്ല നമ്മുടെ ശരീരവും റെസ്പോൺസിബിൾ ആണ്. ചില ആർഗ്യുമെന്റ്സ് പറയാറുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ ആത്മാവിന് മാത്രമേ ശിക്ഷയുള്ളൂ, ശരീരത്തിന് ശിക്ഷയില്ല എന്നുള്ള രീതി പറയാറുണ്ട്. അപ്പോ അതും അല്ല, നമുക്ക് നമുക്ക് മരണശേഷം കർത്താവിന്റെ രണ്ടാം വരവിൽ നമുക്ക് നമ്മുടെ ശരീരങ്ങൾ ലഭിക്കുമ്പോൾ ആ ശരീരത്തിലാണ് നമ്മൾ വിധി കേൾക്കാൻ നിൽക്കുന്നത്. അപ്പോ ആ ശരീരത്തിൽ ചെയ്ത തിന്മകൾക്ക് ശരീരത്തിലും ശിക്ഷയുണ്ട്, ആത്മാവിനും ശിക്ഷയുണ്ട്. ആത്മാവിന്റെ ശിക്ഷ ദൈവത്തിൽ നിന്ന് എന്നേക്കുമുള്ള എന്താ പറയുക വിട്ടുനിൽക്കുന്ന ആ സെപ്പറേഷൻ ആണ്, അതൊരു വലിയ ശിക്ഷയാണ്. അത് മാത്രമല്ല ശരീരത്തിൽ ചെയ്ത തിന്മകൾക്ക് ശരീരത്തിലും ശിക്ഷയുണ്ട് എന്നാണ് പറയുന്നത്. അത് ഞാൻ അവിടുന്ന് വായിക്കാം. Again, as the just and the wicked performed their good and evil actions in this life, not without the cooperation of the body, it necessarily follows that these actions belong also to the body as to their instrument. അപ്പോൾ അവർ ആത്മാവ് മാത്രമല്ല ഇതിൽ ചെയ്തിരിക്കുന്നത്, അവരുടെ ശരീരത്തിന് ഒരു ഇൻസ്ട്രുമെന്റ് ആക്കി വെച്ചാണ് അതിന്റെ കോപ്പറേഷനോടെ സഹകരണത്തോടെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ശരീരത്തിനും അതിന്റെ ശിക്ഷയാണെങ്കിലും നന്മയാണെങ്കിലും അതിൽ പങ്കുണ്ട്. It was therefore altogether suitable that the body should share with the soul the due rewards of eternal glory or punishment. But this can only be accomplished by means of a general resurrection and of a general judgment. അപ്പോൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ തനത് വിധിയിൽ നമ്മുടെ ആത്മാവ് സ്വർഗത്തിൽ കർത്താവിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മുടെ ശരീരം അവിടെ ഇല്ല. അത് ഫൈനൽ ജഡ്ജ്മെന്റിന് ശേഷം ആണ് നമുക്ക് ശരീരം കിട്ടുന്നത്. അതുകൊണ്ടാണ് ആ ഫൈനൽ ജഡ്ജ്മെന്റിന് ശേഷം മാത്രം ശരീരത്തോടു കൂടിയുള്ള ആ നരകം എന്ന ചിന്ത വരുന്നത്.
അപ്പൊ ഇതാണ് കൗൺസിൽ ഓഫ് ട്രെന്റിൽ നരകത്തിനെ പറ്റി അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മളിപ്പോ വായിച്ചു കേട്ട പോലെ കർത്താവ് പറയുന്നുണ്ട് ഇറ്റേണൽ ശപിക്കപ്പെട്ട എന്നിൽ നിന്നാകുന്ന പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നരകത്തിലേക്ക് പോകാൻ പറയുന്നുണ്ട്. അതിനെപ്പറ്റി ട്രെൻഡ് പറയുന്നത് വെച്ച് അത് തീർക്കാം. ലാസ്റ്റ് ഭാഗമാണ്. അപ്പൊ അവിടെ പറയുന്നു ദ സെന്റൻസ് ഓഫ് ദ വിക്കഡ് എന്നാണ് ടൈറ്റിൽ, ആർട്ടിക്കിൾ 8 ആണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ദ ഫസ്റ്റ് വേർഡ് ഡിപ്പാർട്ട് ഫ്രം മീ, എന്നിൽ നിന്ന് അകന്നു പോവുക എന്നതിനെ പറ്റി പറഞ്ഞിരിക്കുന്നു. ദാറ്റ് ഈസ് ദ ഹെവിയസ്റ്റ് പണിഷ്മെന്റ് വിത്ത് വിച്ച് ദ വിക്കഡ് ഷാൽ ബി വിസിറ്റഡ് ദെയർ എറ്റേണൽ ബാനിഷ്മെന്റ് ഫ്രം ദ സൈറ്റ് ഓഫ് ഗോഡ്. അവര് എറ്റേണലി, അവിടെ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, സഭ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എറ്റേണൽ എന്നാണ്, എന്നേക്കും. അതിനൊരു ഇടയ്ക്ക് കുറച്ചാൾ കഴിയുമ്പോൾ തിരിച്ചു കൊണ്ടുവരും എന്നുള്ള രീതിയിൽ അവിടെ ഇല്ല. എറ്റേണൽ ബാനിഷ്മെന്റ് ഫ്രം ദ സൈറ്റ് ഓഫ് ഗോഡ്. ഇനി ഇൻ ടു ദ എവർലാസ്റ്റിംഗ് ഫയർ എന്ന് പറഞ്ഞ നിത്യ അഗ്നിയിലേക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗത്തിന് പറഞ്ഞിരിക്കുന്ന വിശദീകരണം. ദ നെക്സ്റ്റ് വേർഡ്സ് ഇൻ ടു എവർലാസ്റ്റിംഗ് ഫയർ expresses another sort of punishment which is called by the theologians the pain of sense. അപ്പോ പെയിൻ ഓഫ് സെൻസ് ഇപ്പൊ അങ്ങനെ അല്ല എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. ഒഫീഷ്യലി കത്തോലിക്ക സഭയുടെ സിനഡ് പറഞ്ഞ കാര്യം പെയിൻ ഓഫ് സെൻസ് ബിക്കോസ് ലൈക്ക് lashes, stripes or other more severe chastisement amongst which fire no doubt produces the most intense pain. അപ്പോൾ ഫയറിന്റെയും പെയിന്റെയും എല്ലാം കാര്യം അവിടെ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ഫെൽറ്റ് ത്രൂ ദ ഓർഗൻസ് ഓഫ് സെൻസ്. നമുക്ക് തോന്നത്തില്ല അങ്ങനെ നമുക്കത് പെയിൻ ഇല്ല, ശരീരം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സഭ പഠിപ്പിക്കുന്നത് ത്രൂ ദ ഓർഗൻസ് ഓഫ് സെൻസ് എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. വെൻ മോർ ഓവർ വി റിഫ്ലക്ട് ദിസ് ടോർമെന്റ് ഈസ് ടു ബി എറ്റേണൽ, അത് നിത്യമാണ് എന്നും പറയുന്നുണ്ട്. we can see at once that the punishment of the damned includes every kind of suffering. അതിനെ കർത്താവ് പറഞ്ഞ അതേ സെൻസിൽ തന്നെയാണ് സഭയുടെ ഡോക്യുമെന്റിലും പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അത് പറയുന്നതാണ് കൺക്ലൂഡിംഗ് വേർഡ് പറയുന്നത് ഇറ്റ് വാസ് പ്രിപ്പയർഡ് ഫോർ ദ ഡേഞ്ചർ ആൻഡ് ഹിസ് ഏഞ്ചൽസ്. അത് മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, പക്ഷെ മനുഷ്യൻ തിന്മ ചെയ്ത് ദൈവത്തിന്റെ ഇതിനെതിരായിട്ട് വരുമ്പം റിപ്പന്റ് ചെയ്യാതെ അവന്റെ ജീവിതകാലത്ത് മരിക്കുമ്പോഴുള്ള അവസ്ഥയിൽ അവനും ഇതിലേക്ക് കടന്നു പോകുന്നതായിട്ടാണ്. ഇതിന്റെ ഇമ്പോർട്ടൻസും കൂടെ പറയുന്നു. ലാസ്റ്റ് ഇതാണ് പറയുന്നത്. ഇത് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ആണെന്നുള്ളതും സഭ പറയുന്നു. ഇത് പഠിപ്പിക്കണമെന്ന് സഭ പാസ്റ്റർമാരെ, അതായത് അച്ഛന്മാരെ അങ്ങനെയുള്ളവരെ പ്രത്യേകം ഉത്ബോധിപ്പിക്കുന്നതാണ്. അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഓഫ് ദിസ് ആർട്ടിക്കിൾ. ദീസ് ആർ തോട്ട്സ് which the pastor should very often bring to the attention of his people. For the truth which is contained in this article will, if accepted with faithful dispositions, be most powerful in bridling the evil inclinations of the heart and in withdrawing men from sin. അപ്പൊ ആളുകൾ പാവത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അതുകൊണ്ട് ഇക്കാര്യങ്ങൾ ആസ് ഓഫൺ പറയുക എന്നും പറയുന്നുണ്ട്. നമ്മളിപ്പോ ചെയ്യുന്ന ആ ഒരു കാര്യം തന്നെയാണ് ചെയ്യുന്നത്. ഇത് നിത്യനരകത്തെ പറ്റിയും നരകത്തിലുള്ള ശിക്ഷയെ പറ്റിയും എല്ലാം കൗൺസിൽ ഓഫ് ട്രെൻഡ് പറഞ്ഞിരിക്കുന്നതാണ്. ഇനി കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് ഇപ്പോ നമ്മുടെ കയ്യിലുള്ള ഇതിന്റെയും കൂടെ പെട്ടെന്ന് വായിക്കാം. അവിടെ പറയുന്നു കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 10:21 പറയുന്നു. ഞാൻ ഇത് മുഴുവൻ വായിക്കുന്നില്ല, ഞാൻ സെലക്ടഡ് പോർഷൻസ് മാത്രമേ വായിക്കുന്നുള്ളൂ, നമ്പർ മാത്രം പറയാം. അവിടെ 10:21 പറയുന്നു, ഡെത്ത് പുട്സ് ആൻ എൻഡ് ടു ഹ്യൂമൻ ലൈഫ് ആസ് ദ ടൈം ഓപ്പൺ ടു ഐദർ അക്സെപ്റ്റിംഗ് ഓർ റിജക്റ്റിംഗ് ദ ഡിവൈൻ ഗ്രേസ് മാനിഫെസ്റ്റഡ് ഇൻ ക്രൈസ്റ്റ്. അപ്പോൾ മരണം വരെയാണ് ഒരു മനുഷ്യന് ക്രിസ്തുവിലുള്ള ഗ്രേസ്, ആ കൃപ സ്വീകരിക്കാനും റിജക്ട് ചെയ്യാനുമുള്ള അവസരം മരണം വരെയാണ്. മരണത്തിന് ശേഷം നരകത്തിൽ കിടന്ന് പിന്നെ റിപ്പന്റ് ചെയ്യാനൊരു അവസരം ഉണ്ടെന്ന് പഠിപ്പിക്കുന്ന ടീച്ചിങ്സുകൾ കേൾക്കാറുണ്ട്. പക്ഷെ അതിനെ സഭ അതിനോട് യോജിക്കുന്നില്ല. അത് മരണം വരെയാണ് അതിനുള്ള അവസരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10:22 പറയുന്നു, ഈച്ച് മാൻ റിസീവ്സ് ഹിസ് ഇറ്റേണൽ റെട്രിബ്യൂഷൻ. ഇറ്റേണൽ ആണ് അവിടെ പറയുന്നത്. ഇൻ ഹിസ് ഇമ്മോർട്ടൽ സോൾ അറ്റ് ദ വെരി മൊമെന്റ് ഓഫ് ഹിസ് ഡെത്ത് ഇൻ പർട്ടിക്കുലർ ജഡ്ജ്മെന്റ്. വ്യക്തിയുടെ തനതായ ജഡ്ജ്മെന്റിൽ അത് വിധി കേൾക്കുന്നു. That refers to his life to Christ, either entrance into the blessedness of heaven through purification or immediate and everlasting damnation. നേരത്തെ പറഞ്ഞ പോലെ നിത്യ നരകം ഒന്നെങ്കിൽ നിത്യ സ്വർഗം ഒന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്യൂരിഫിക്കേഷനുള്ള ആത്മാവാണെങ്കിൽ, അതായത് ഒരു മാരകഭാവത്തിലല്ല മരിച്ചെങ്കിൽ ഒരു പ്യൂരിഫിക്കേഷനിലൂടെ സ്വർഗത്തിലെത്താം. അങ്ങനെ രണ്ട് ഓപ്ഷൻസ് ആണ് ഇവിടെ പറയുന്നത്. പിന്നെ അതുപോലെ 10:33 നരകത്തെ പറ്റി പറയുന്നു, വി കനോട്ട് ബി യുണൈറ്റഡ് വിത്ത് ഗോഡ് അൺലെസ് വി ഫ്രീലി ചൂസ് ടു ലവ് ഹിം. അപ്പോൾ അവിടെ മനുഷ്യന്റെ ഫ്രീ വില്ലിന്റെ ഇമ്പോർട്ടൻസ് ആണ് അവിടെ പറയുന്നത്. നമ്മളെ റോബോട്ടുകളായിട്ടോ പാവകളായിട്ടോ അല്ല ദൈവം സൃഷ്ടിച്ചത്, നമുക്ക് ഫ്രീ വിൽ തന്നിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ഫ്രീ വില്ല് കൊണ്ട് ചൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോടു കൂടി ആയിരിക്കാൻ പറ്റത്തില്ല എന്നാണ് പറഞ്ഞത്. വി കനോട്ട് ബി യുണൈറ്റഡ് വിത്ത് ഗോഡ് അൺലെസ് വി ഫ്രീലി ചൂസ് ടു ലവ് ഹിം.
ഇനി മാർഗഭാവത്തിൽ മരിക്കുന്നതിനെ പറ്റി ഞാൻ മുമ്പ് പറഞ്ഞു, അതും അവിടെ തന്നെയാണ് പറയുന്നത്. ടു ഡൈ ഇൻ ദ മോർട്ടൽ സിൻ വിത്തൗട്ട് റിപ്പന്റിംഗ് ആൻഡ് അക്സെപ്റ്റിംഗ് ഗോഡ്സ് മേഴ്സിഫുൾ ലവ് മീൻസ് റിമൈനിങ് സെപ്പറേറ്റഡ് ഫ്രം ഹിം ഫോർ എവർ ബൈ യുവർ ഓൺ ഫ്രീ ചോയ്സ്. അതായത് ആ വ്യക്തി അയാളുടെ ഫ്രീ ചോയ്സ് ഉപയോഗിച്ച് ഇതിൽ നിന്ന് ദൈവത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുകയാണ് ഫോർ എവർ. അത് ദൈവം അയാളെ പറഞ്ഞു വിടുന്നതല്ല, അയാൾ സ്വയം തീരുമാനിച്ച് അയാളുടെ ഫ്രീ വില്ല് ഉപയോഗിച്ച് മാറി നിൽക്കുന്നതാണ്. 10:34 Jesus often speaks of Gehenna, the unquenchable fire reserved for those who to the end of their lives refuse to believe and be converted, where both soul and body can be lost. അപ്പോൾ ജീവിതത്തിന്റെ അവസാനം വരെ കൃപയോട് വിസമ്മതിച്ച് നിൽക്കുന്ന ആളുകൾ, അവരുടെ ബോഡിയും സോളും രണ്ടും can be lost. Jesus solemnly proclaims that he will send his angels and they will gather all evildoers and throw them into the furnace of fire. അപ്പം ഈവിൾ ഡൂവേഴ്സ് എന്നുള്ള എടുത്തു പറയുന്നുണ്ട്. അവിടെയും കർത്താവിന്റെ നമ്മളിപ്പോ വായിച്ച മത്തായി 25 അതേ കാര്യങ്ങളെ സഭ എടുത്തു പറയുന്നു. ഈവിൾ ഡൂവേഴ്സിനെ ഫർണസ് ഓഫ് ഫയർ എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. അപ്പം പറയുന്നു, ആൻഡ് ഹി വിൽ പ്രൊനൗൺസ് ദ കണ്ടംനേഷൻ, ഡിപ്പാർട്ട് ഫ്രം മീ യു കഴ്സ്ഡ് ഇൻ ടു എറ്റേണൽ ഫയർ. അവിടെയും എറ്റേണൽ ഫയർ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 10:35 പറയുന്നു, ദ ടീച്ചിങ് ഓഫ് ദ ചർച്ച് അഫേംസ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഹെൽ ആൻഡ് ഇറ്റ്സ് എറ്റേണിറ്റി. അത് എടുത്തു പറയുന്നു, ഹെല്ലിന്റെ എക്സിസ്റ്റൻസ് പറയുന്നു. അഫേംസ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഹെൽ ആൻഡ് ഇറ്റ്സ് എറ്റേണിറ്റി, നിത്യതി. ദോസ് ഹു, ഞാൻ ശാലം വിട്ടു വായിക്കുന്നു, ഹു ഡൈ ഇൻ എ സ്റ്റേറ്റ് ഓഫ് മോർട്ടൽ സിൻ ഡിസെൻഡ് ഇൻ ടു ഹെൽ where they suffer punishments of hell, the eternal fire. The chief punishment of hell is the eternal separation from God. അത് പറയുന്നു. പിന്നെ 10:36 പറയുന്നു, the subject of hell are a call to responsibility incumbent upon man to make use of his freedom in view of eternal destiny. അവിടെയും eternal destiny എന്നാണ് പറയുന്നത്. അത് മുന്നിൽ കണ്ട് നമ്മൾ നമ്മുടെ ഫ്രീഡം ഉപയോഗിക്കണം എന്ന് പറയുന്നു. കർത്താവിന്റെ വാക്യം ഇവിടെ കോട്ട് ചെയ്യുന്നു സഭയുടെ മതബോധനം. എൻ്റർ ബൈ ദ നാരോ ഗേറ്റ്, ഫോർ ദ ഗേറ്റ് ഈസ് വൈഡ് ആൻഡ് that way is easy that leads to destruction, and those who enter by it are many. For the gate is narrow and the way is hard that leads to life, and those who find it are few. നമ്മൾ ഇടുങ്ങിയ വഴിയിൽ കൂടെ പ്രവേശിക്കുന്നവര് ചുരുക്കമാണ്, വിശാലമായ വഴിയിൽ കൂടെ പോകുന്നവരാണ് അധികം എന്നുള്ള കർത്താവിന്റെ വചനമാണ് അവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോ ഇവിടെ എല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് സഭയുടെ കൗൺസിൽ ഓഫ് ട്രെന്റിലും കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിലും രണ്ടിലും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കുണ്ടായിരുന്ന ഒരു കാറ്റഗിസമാണ് പോപ്പ് സെന്റ് പയസ് ദ 10th 1908 ഉള്ള കാറ്റഗിസം. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കൂടെ ഇത് രണ്ടിന്റെ ഇടയ്ക്കുള്ളതാണ്, ഒരു ലൈൻ മാത്രം എടുക്കാം. ആ കാറ്റഗിസത്തിൽ പറയുന്നത് 7th ആർട്ടിക്കിൾ ആണ്. The 7th article of the Creed teaches that at the end of the world, Jesus Christ, in all his glory and majesty, will come down from heaven to judge all, both good and bad, and to give each of them the reward or punishment he shall have merited. ഇതും കാറ്റഗിസം ഓഫ് സെന്റ് പയസ് ദ 10th മാർപ്പാപ്പയുടെ അപ്രൂവലുള്ള കാറ്റഗിസമാണ്. ഇത്രയൊക്കെയാണ് നമ്മൾ ഇപ്പോൾ കൗൺസിലുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. നമ്മൾ നേരത്തെ ലിറ്ററേച്ചറിൽ നിന്ന് കണ്ട പോലെ തന്നെ മാത്യു 25 ആ പാസേജ്, കർത്താവ് പറഞ്ഞ പാസേജ് അതേ ലിറ്ററൽ സെൻസിൽ തന്നെ എടുത്ത് അതേപടി തന്നെയാണ് സഭ പഠിപ്പിക്കുന്നത്. നിത്യനരകം ഉണ്ടെന്ന് പഠിപ്പിക്കുന്നു, കർത്താവിന്റെ രണ്ടാം വരവിനെ പറ്റി പഠിപ്പിക്കുന്നു, കർത്താവ് സെപ്പറേറ്റ് ചെയ്യുന്നതിനെ പറ്റി പഠിപ്പിക്കുന്നു. ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഇനി കുറച്ച് ബൈബിൾ വാക്യം, നമുക്ക് എല്ലാം എടുക്കാൻ നേരമില്ല, കുറച്ച് ബൈബിൾ വാക്യങ്ങളും കൂടെ മാത്രം എടുത്ത് നമുക്ക് പോവാം. ഇപ്പൊ നമ്മൾ ഒന്ന് മാത്യു 25 നമ്മൾ 41 to 46 നമ്മളിപ്പോ കേട്ടു നേരത്തെ. അനന്തരം അവൻ തന്റെ ഇടതു ഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്ന് പിശാചിനും അവന്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകും. നിത്യം എന്നതിനാണ് പറഞ്ഞത്. എന്നിട്ട് അത് തീരുമാനം പറയുന്നുണ്ട്. 46 വാക്യത്തിൽ പറയുന്നു, ഇവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും, അവിടെയും എറ്റേണൽ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഇനി നിത്യാഗ്നിയിൽ നിത്യശിക്ഷയായി ഇടതുവശത്തുള്ളവർ പോകുമെന്ന് യേശു ഒരു സംശയത്തിനും ഇടയില്ലാതെ പറയുമ്പോൾ അവിടെ മാറ്റർ അവിടെ ക്ലോസ് ആണ് സത്യത്തിൽ. പിന്നെ വേറൊരു അഭിപ്രായത്തിന് അവിടെ പ്രസക്തി ഇല്ല. എങ്കിലും നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ നോക്കാം. 25-ാം അധ്യായത്തിൽ ഈ ഇടതും വലതുമായി നിർത്തുന്നതിനെ പറ്റി പറഞ്ഞതിന് തൊട്ട് മുമ്പ് 24-ാം അധ്യായത്തിൽ യേശു പറഞ്ഞ കാര്യങ്ങളോട് പറയുമ്പോൾ ആ യേശു എന്താണ് ഉദ്ദേശിച്ചെന്നുള്ളത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പിടികിട്ടും. 24-ാം അധ്യായം 37 തൊട്ട് 41 വരെയുള്ള വാക്യം. നോഹയുടെ കാലത്തെ ജലപ്രളയത്തിന് ഒരുക്കമില്ലാതെ നശിച്ചതുപോലെ
ഒരാൾ എടുക്കപ്പെടും, ഒരാൾ അവശേഷിക്കും എന്നുള്ള രീതിയിൽ പറയുന്നു. ഇത് മനുഷ്യപുത്രന്റെ ആഗമനത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ നോഹയുടെ കാലത്ത് സംഭവിച്ച എന്താണെന്ന് നമുക്കറിയാം. അവിടെ പ്രളയത്തിൽ നോഹയോടൊപ്പം പെട്ടകത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ രക്ഷപ്പെട്ടു, പക്ഷെ ബാക്കിയുള്ളവർ നശിച്ചു. അവർക്ക് ഒരു സെക്കൻഡ് ചാൻസ് പിന്നീട് ഉണ്ടായിരുന്നു. വെള്ളത്തിൽ മരിച്ചവര് പിന്നെ ഉയർത്തു വന്നു എന്ന് നമുക്കറിയത്തില്ല. അപ്പോ എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും എന്ന് കർത്താവ് അവിടെ പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു സെക്കൻഡ് ചാൻസ് പിന്നീടുണ്ട്, നരകത്തിന് ശേഷം ഉണ്ട് എന്ന് ഉള്ള ഓപ്ഷൻ അവിടെ ഇല്ല. അതുപോലെ